കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ സകലയും അതോടെ തന്നെ കാമുകനെ കുറിച്ചുള്ള ന്യൂസാണ് സോഷ്യൽ മീഡിയ മുഴുവനും പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും എവിടെ പോയെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഡൗട്ടും കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയും കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഭർത്താവ് ഉണ്ടെങ്കിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ വേണമെന്നൊന്നുമില്ല, പക്ഷേ കുട്ടിയെ തിരിച്ചു വേണമെന്നുള്ള രീതിയിലായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവസാനം ഉണ്ടെങ്കിൽ ഇവരെ വാളയാർ വെച്ച് കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും തിരിച്ചു വന്നാലും മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടെങ്കിൽ അമ്മയുടെ കൂടെ പോകാനുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതൽ. കാരണം നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. ഒരു പ്രായം എത്തുന്നവരെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കണമെന്നുള്ളതാണ് നിയമം. അതിന് മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷേ ഇതുവരെ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. എന്തായിരുന്നാലും ശരി, ഈ വട്ടമുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇതേ കണക്ക് കേസും കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഈ അച്ഛൻ്റെ കൂടെ തന്നെ വിടുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടിയെ വലിച്ചെടുത്തുകൊണ്ട് പോകും. എന്തായിരുന്നാലും ശരി, അവന് വേറെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഈ കുട്ടിയെ നോക്കത്തൊന്നുമില്ല, അവൻ്റെ സ്വന്തം ചോരയോ കാര്യങ്ങളോ ഒന്നുമല്ല. തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യം നോക്കാതെ ഉണ്ടെങ്കിൽ അവൻ കളയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇവരെ നോക്കത്തില്ല, അത് വേറൊരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രഞ്ജീഷിൻ്റെ വിധി ഉണ്ടെങ്കിൽ അവന് ഈ ഭർത്താവിന് വരാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ആ കുട്ടി ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ പറഞ്ഞു വിടുന്നതായിരിക്കും ബെറ്ററുള്ള ഒരു കാര്യം തന്നെ.